നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയ അർത്ഥവും മാനവും നൽകിയ ആഷിഖ് അബു, റിമ കല്ലിങ്കൽ ഇവരായിരുന്നു കഴിഞ്ഞയാഴ്ച JB ജംഗ്ഷനിലെ അതിഥികൾ. ഇരുവരുമായിട്ടുള്ള സംഭാഷണം ഇന്നും തുടരുകയാണ്. റിമയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ കൊണ്ടുവരുവാണ്. റിമ, നീ എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം നീ MBAക്ക് പോകാനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് ഡാൻസ് ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുത്തു. അതുപോലെ മറ്റെല്ലാ കാര്യങ്ങളിലും ആ വ്യത്യസ്തത നീ പുലർത്തി. ഒരു ഡ്രസ്സിൻ്റെ സെലക്ഷൻ ആയാലും ശരി, ഒരു ഫർണിച്ചർ വാങ്ങുന്നതിലായാലും ശരി, ഇവൻ നിൻ്റെ ലൈഫ് പാർട്ട്ണർ തിരഞ്ഞെടുത്തതിൽ പോലും ആ വ്യത്യസ്തത നീ പുലർത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അയ്യോ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്ത് പറയും? അച്ഛനൊരു അഭിനേതാവല്ല എന്ന് മനസ്സിലായില്ലേ? അത് കറക്റ്റ് പഠിച്ചിട്ടാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അച്ഛനെ കാണുമ്പോൾ ഒരു എമോഷൻ ഉണ്ടോ? പിന്നെ ഡെഫിനറ്റ്ലി അച്ഛനും അമ്മയും നല്ലാതെ സ്നേഹിച്ചു റിമേനെ. പിന്നെ ഐ തിങ്ക് എൻ്റെ അത്രയ്ക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി വളർന്ന പെൺകുട്ടികൾ വളരെ ചുരുക്കേ ഉണ്ടാവുള്ളൂ. ഇതാരാണ് ഇപ്പോൾ? അയ്യോ, ഓ ഗോഡ്, ഇത് ഫാമിലി ഫോട്ടോ. യെസ്, ഊട്ടി. ഞങ്ങൾ ഊട്ടിയിലായിരുന്നു കുറേ കാലം, കുനൂർ. അപ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് പരിലാളന തന്നു, ഒരുപാട് സ്നേഹം തന്നു, ഒരുപാട് സ്വാതന്ത്ര്യം തന്നു. ആ കാലഘട്ടത്തിലൊക്കെ അധികം സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ലെന്നുള്ള അഭിപ്രായക്കാരായിരുന്നു പല മാതാപിതാക്കന്മാരും. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ട് റിമയ്ക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നു. ഞാൻ കുറേയൊക്കെ പൊരുതി നേടിയതാണെന്നും കൂടി പറയാം. ഞാൻ ഫിയേഴ്സ്ലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു, ഭയങ്കര റിബലായിരുന്നു ഞാൻ വീട്ടിൽ. ഐ വാസ് ലൈക്ക് ദാറ്റ് ഓൾവേസ്. എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ മതി എന്ന് വളരെ വ്യക്തമായി അറിയായിരുന്നു. എനിക്ക് എഞ്ചിനീയറോ ഡോക്ടറോ ആവണ്ട. അച്ഛൻ എഞ്ചിനീയർ ആയിരുന്നു. അപ്പോൾ എഞ്ചിനീയറോ ഡോക്ടറോ ആവണ്ടെന്ന് എനിക്ക് വളരെ ചെറുപ്പത്തിലേ അറിയായിരുന്നു. ആൻഡ് ആർട്ടിസ്റ്റ് ആവണം എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് കുറേ കാലമൊന്നും ഞാൻ പറഞ്ഞിരുന്നുമില്ല വീട്ടിൽ. ഐ മീൻ ഡാൻസൊക്കെ വളരെ എല്ലാ കൾച്ചറൽ ടീമിലൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരു ദിവസം ഇതുപോലെ MBA കോച്ചിങ്ങിന് പോയിട്ട് ഏർലി മോർണിംഗ് ക്ലാസ്സസ് ആയിരിക്കും ബാംഗ്ലൂർ. രണ്ടാമത്തെ ക്ലാസ്, ഒരു ക്ലാസ്സിൽ ഞാനിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് ഞാൻ നേരെ വീട്ടിൽ പോയി പറഞ്ഞു, ഐ എം ബിക്കമിങ് ആൻ ആർട്ടിസ്റ്റ്, ഐ വോണ്ട് ടു ബി എ ഡാൻസർ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുടങ്ങിയതാണ്. അവരുടെ പ്രതികരണം ഷോക്ക്ഡ്. ദേ വർ ഷോക്ക്ഡ്. ഒരുപാട് പേർക്ക് ഷോക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പഠനകളരി വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. വരട്ടെ, ഇനിയുണ്ട് ഇല്ല. ഇത് റിമയുടെ ഒരു കഴിവിനെ ഞങ്ങൾ കാണിക്കണം. ഡാൻസും മോഡലിംഗും ആണ് റിമയെ യഥാർത്ഥത്തിൽ സിനിമയിലേക്ക് എത്തിച്ചത്, അല്ലേ? ആഷിഖിന് റിമ എന്നുള്ള ഡാൻസർക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും? ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് നല്ല മാർക്ക് കൊടുക്കും. കാരണം ഡാൻസിനേക്കാളും ഒരുപാട് എഫേർട്ട് ഉള്ള തരം കണ്ടംപററി ഡാൻസിങ് പരിപാടിയാണ് അതിനകത്ത്. നമ്മൾ കണ്ടു ചിലപ്പോൾ ഒന്ന് പേടിക്കാവുന്ന തരത്തിൽ അത്രയും എഫേർട്ട്. ഇപ്പോൾ ഞങ്ങൾ ഖത്തറിലൊരു കഴിഞ്ഞ വർഷം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നാണ് ഞാനത് നേരിട്ട് കാണുന്നത്, ഫസ്റ്റ് ടൈം ഭാവം കണ്ടത്. അതെ അതെ അതെ. അന്ന് പക്ഷെ അത് ഗംഭീരമായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും, അതായത് അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഭയങ്കര രസമായിട്ട് തോന്നിയൊരു പരിപാടിയായിരുന്നു. കാരണം സാധാരണ ഒരു സ്റ്റേജ് ഡാൻസിൽ നിന്നേക്കാളൊക്കെ ഇവർ കുറേ ഇംപ്രവൈസ് ചെയ്യും, കുറേ അധ്വാനിക്കും. ഫുള്ളൊരു ടീം വർക്കിൻ്റെ ഒരു സുഖം ഉണ്ടാവും കാണുമ്പോഴത്തേക്ക്. പരിപൂർണമായിട്ട് ഹൃദയം അതിൽ സമർപ്പിക്കും. അതെ അതെ, ഒരു അങ്ങനെ ആ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരുടെ കൈൻഡ് ഓഫ് ഡാൻസിന് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള ഒരു അർപ്പണം തന്നെ. മോഡലിംഗിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു അല്ലേ? കുറച്ചു കാലം ഉണ്ടായിരുന്നു. ഒരു ഐ തിങ്ക് മിസ് കേരള കഴിഞ്ഞ് സൗന്ദര്യ മത്സരം. ആരെ പറഞ്ഞ് ഈ മിസ് കേരളയ്ക്കൊക്കെ പോകണം എന്നുള്ള സ്വന്തമായൊരു ആഗ്രഹമായിരുന്നു? അത് ആരെങ്കിലും ഗൈഡ് ചെയ്യാറുണ്ടായിരുന്നു? ഇത് ഭയങ്കര യാദൃശ്ചികമായി സംഭവിച്ച കാര്യങ്ങളാണ്. ബിക്കോസ് ഞാനൊരു ഡാൻസർ എന്ന രീതിയിൽ വളരെ ഹാപ്പി ആയിരുന്നു വെൻ ഐ വാസ് ഇൻ ബാംഗ്ലൂർ. ഞാനൊരു 4 കൊല്ലം ഒരു കണ്ടംപററി ഡാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ട്രാവൽ ചെയ്യുമായിരുന്നു, കോറിയോഗ്രാഫി ചെയ്യുമായിരുന്നു, ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമായിരുന്നു. എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്തിരുന്നു ഈ 4 കൊല്ലത്തിൽ. പക്ഷേ നമുക്ക് ചില സമയത്ത് ഒരു വി ഹവ് ഹിറ്റ് എ പ്ലാറ്റോ, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ തോന്നുന്ന സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു വിമ്മൻ്റെ പുറത്ത് ചെയ്തതാണ് മിസ് കേരളയൊക്കെ. ഇപ്പോഴും നിങ്ങൾ ഇംപ്രസാരിയിൽ ആരുടെ അടുത്ത് ചോദിച്ചാലും ഞാനായിരിക്കും അത് ഒട്ടും സീരിയസ് അല്ലാതെ അവിടെ കിടന്ന്
വെറുതെ ഒരു രസത്തിന് ഒരു 7 days ഒരു ക്യാമ്പ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കണ്ടിരുന്നുള്ളൂ. അത് ഇങ്ങനെയൊക്കെ വഴിതിരിഞ്ഞ് അത് സിനിമയിലെത്തി ഇവിടെ എത്തും എന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. മോഡലിങ്ങിൻ്റെ ക്ലിപ്സ് ആണ്. ദിസ് വാസ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മിസ് കേരള. ഇതൊക്കെ ആൾക്കാർ പ്രിസർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ആവശ്യമുണ്ട് തരാം. കാരണം വെച്ചാൽ ഇതൊക്കെ യഥാർത്ഥത്തിൽ റിമയുടെ കരിയറിലെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകൾ അല്ലേ? അല്ല, ഈ പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ലൊരു ആസ്പെക്റ്റും അതാണ്. നല്ല റിസർച്ച് ഇന്റർവ്യൂവർ അല്ലെങ്കിൽ ഈ ടീം നടത്തുന്നു. ഒരുപാട് അധ്വാനം ചെയ്തുകൊണ്ടിരുന്നില്ല. അല്ല, അത് തീർച്ചയായിട്ടും. കാരണം ഞാൻ പലപ്പോഴും ഈ ഇന്റർവ്യൂസിൽ നിന്നൊക്കെ പുറകോട്ട് പോകാനുള്ള പ്രധാന കാരണം നമ്മളോട് ചോദ്യം ചോദിക്കാനിരിക്കുന്ന ആൾക്കാർക്ക് നമ്മളെപ്പറ്റി ഒന്നും അറിയാതിരിക്കുകയും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് യാതൊരു തരത്തിലുള്ള ബോധം ഇല്ലാതിരിക്കുകയും ചെയ്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നും ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് JB ജംഗ്ഷനിൽ ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ എനിക്ക് തോന്നുന്നത് ആ റിസർച്ച് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്.